ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു കാഞ്ചു വ്ളോഗ്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഒരു നൈറ്റ് നമ്മൾ ഡിന്നർ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. നമ്മൾ ഇന്നുവരെ ഉണ്ടാക്കി ട്രൈ ചെയ്തിട്ടില്ലാത്ത ഒരു സാധനം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോവാണ്. അതാണ് ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഗൈസ്. കുറേ കാലത്തിന് ശേഷമാണ് ഞാൻ വ്ളോഗ് എടുക്കുന്നത്. കുറേ ഒരു ടഫ് സിറ്റുവേഷൻസിലൊക്കെ നിന്നിട്ട് നമ്മളിതാ വീണ്ടും പഴയതൊക്കെ തിരിച്ചു പിടിക്കുവാണ് ഗൈസ്. അപ്പോഴെടുക്കുന്ന ആദ്യത്തെ വ്ളോഗാണിത്. അങ്ങനെ നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരു ഫ്രണ്ടുണ്ട് നമുക്ക്. ആ ഫ്രണ്ട് പറഞ്ഞിട്ട് നമ്മളിന്നൊരു പുതിയൊരു ഐറ്റം ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ആളുടെ ഫേവറേറ്റ് ഇതാണ്. ആളുടെ പേര് പുറത്തുറയല്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഹിന്റ് തരാം. ബാറ്റ്മാൻ എന്നാണ് നമ്മളൊക്കെ അറിയപ്പെടുന്നത്. നമ്മളൊക്കെ ആ ആളെ വിളിക്കുന്നത്. സോ ആ ആൾ പറഞ്ഞിട്ടാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ ആളുടെ ഇൻഗ്രീഡിയൻസ്, ആളുടെ റെസിപ്പി എല്ലാം ആളിൻ്റെയാണ്. എൻ്റേതായിട്ട് സ്വന്തമായിട്ടൊന്നുമില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ഫുഡ് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഗൈസ്. ലെറ്റ്സ് മേക്ക് ഇറ്റ്. ഉള്ളി അരിയാണ് ഗൈസ്. എനിക്കിഷ്ടമല്ലാത്തൊരു സാധനമാണ് ഈ ഉള്ളി അരിയണത്. ഉള്ളി അരിയുക, പിന്നെ ഈ തേങ്ങ ചിരകുക, ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഇതൊക്കെ ചെയ്ത് വെച്ചാൽ എൻ്റെ അച്ഛനും ഇഷ്ടമല്ല. നമ്മളിതൊക്കെ ചെയ്ത് വെച്ച് തന്നു കഴിഞ്ഞാൽ കുക്ക് ചെയ്യാം. അത് നല്ല ഈസിയാണ്. എനിക്ക് വെറൈറ്റി ഫുഡ് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് ഇങ്ങനത്തെ ബാക്കി ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും ചെയ്യണം വലിയ താല്പര്യമില്ല. നമ്മൾ എന്താണ് ഉണ്ടാക്കാൻ പോകണമെന്ന് പറഞ്ഞില്ല. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നതാണ് ഗൈസ് പനീർ ബട്ടർ മസാല. അതാണ് സാധനം. ഓക്കെ, അത് നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. കണ്ണ് തീർന്നു. അയ്യ, കണ്ണ് തീർന്ന്. പക്ഷേ ഇത് കഴിഞ്ഞാൽ അവളിട്ട് വലിയ കുഴപ്പമില്ല. കണ്ണ് തീർന്നു. അപ്പോൾ നിങ്ങൾ ചോദിക്കും നിങ്ങൾക്കന്ന് അറിഞ്ഞുകൂടാന്ന്. അങ്ങനെയല്ല ഗൈസ്, ഇഷ്ടമല്ല. ഞാൻ ആരും കണക്ക് കഴിയാറില്ല. അതുകൊണ്ട് തന്നെ എനിക്കിഷ്ടമല്ല. ഇതൊക്കെയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന വെജിറ്റബിൾസ് ഗൈസ്. ഇനി ഇതൊക്കെ നമ്മൾ ഓരോ തട്ടിലേക്ക് വെക്കണം. അതാണ് നമ്മുടെ അടുത്ത ആവശ്യം. നമ്മളെല്ലാം ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആക്കിയിട്ടുണ്ട്, പനീർ എടുത്ത് വെച്ചിട്ടുണ്ട്, ഇത് ടൊമാറ്റോ പൂരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പിന്നെ കാഷ്നട്ട് പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ അടിക്കാനുള്ള എല്ലാ സാധനവും മിക്സിയിലിട്ട് അടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഗൈസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഇനിയാണ് നമുക്ക് കുക്കിംഗ് തുടങ്ങാനുള്ളത്. പാത്രം നല്ല ചൂടായിട്ട് വരുമ്പോൾ, ചൂടായെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ചൂടായില്ലല്ലേ? വെയിറ്റ്, ഇത് ചൂടായിട്ടില്ല. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം ഗൈസ്. ഇവിടുത്തെ ക്യാമറാമാൻ വേഴ്സസ് കുക്കിംഗ് എല്ലാം ഞാൻ തന്നെയാണ്. ഷെഫ്, ക്യാമറാമാൻ തുടങ്ങിയ എല്ലാ സംഭവങ്ങളും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് അപാകതകൾ ഷൂട്ടിങ്ങിൽ വരും. എല്ലാവരും സസ്തമർദ്ദം സഹിക്കുക. ഒരു പീസ് ബട്ടർ എടുത്തിട്ടിട്ട് ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ നന്നാക്കുക. ഓക്കെ, ഇതിങ്ങനെ തിളച്ച് മറിഞ്ഞിങ്ങനെ നല്ല കിടലായിട്ട് ഇങ്ങനെ വരും. എന്നിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന സാധനങ്ങളെല്ലാം ഇടണം ഗൈസ്. നമ്മൾ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഗൈസ്. അത് നല്ല ചൂടായി വരുമ്പോൾ അതിലേക്ക് നല്ല സവാള ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ ആദ്യം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറ്റും? നമുക്ക് കുറച്ച് ചീറ്റലും പൊട്ടലും ഒക്കെ ഉണ്ടാവും. മറ്റത് ഇതിട്ട് കൊടുക്കുക. ഫസ്റ്റ് ഇതിട്ട് കൊടുക്കുക. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഓക്കെ, പച്ചമുളക് ഇപ്പോഴാണെന്ന് തോന്നാം. പച്ചമുളക് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്ക് അടുത്ത് വേണ്ടത് ഗൈസ് ഇതുണ്ടല്ലോ, ഈ സാധനം. കുറച്ച് ഈ ഉള്ളിയുടെ കളർ, ഈ സാധനങ്ങളുടെയൊക്കെ ഒരു കളർ മാറണം. ഒരു ലൈറ്റ് ബ്രൗൺ. നമുക്കിനി അടുത്ത് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കളർ ഒന്ന് മാറണം ഗൈസ്. ഇതെല്ലാം ഒന്ന് മാറി കുറച്ചൊരു ലൈറ്റ് കളർ, ഒരു ലൈറ്റ് ബ്രൗൺ കളറാവണം. എങ്കിലേ നമുക്കിതിൽ ബാക്കി നമ്മുടെ പൗഡേഴ്സ് എല്ലാം ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ അതെല്ലാം ഇട്ട് കൊടുക്കണം. കുറച്ച് പേര് നമുക്ക് ആദ്യം അതിന് വേണ്ടിയിട്ടുള്ള ഇതൊന്ന് മൂത്ത് വരുമ്പോഴേക്കും, നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളി മൂത്ത് വരിക എന്നാണ് പറയുന്നത്, അതിനെ ബ്രൗൺ കളർ ആവുന്നതിന്. അങ്ങനെ ആയി വരുമ്പോഴേക്കും എന്ത് ചെയ്യാം? നമുക്ക് ബാക്കി പൗഡേഴ്സൊക്കെ എടുത്ത് വയ്ക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി വേണ്ട, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല. ഈ 3 സാധനങ്ങളാണ് നമുക്ക് വേണ്ടത്. നല്ല മണം വരുന്നുണ്ട് ഗൈസ്, നല്ല മണം. അത് വേറെ നിൻ്റെ മണമില്ല. ഞാൻ ഒരു മസാല ഇതിലിട്ടിട്ടില്ല. മറ്റേ നമ്മൾ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്തില്ലേ, അതിൻ്റെ ഒരു മണം ഉണ്ട് കേട്ടോ. ഇവിടെ ചിക്കൻ കറി വെച്ചാൽ അച്ഛൻ എപ്പോഴും പറയും എന്തിനും ഈ പേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര അതിൻ്റെ ഒരു ഫ്ലേവർ ഇങ്ങനെ എടുത്ത് വയ്ക്കും ഗൈസ്. നല്ല രസമുണ്ട്. അയ്യോ, കാണുന്നുണ്ടോ? കളർ മാറി തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒന്ന് മാറി വരുമ്പോൾ വേണം നമുക്ക് ഈ പൊടികളൊക്കെ ഇടാൻ. നോക്കട്ടെ, ഇതിൽ ഒരു ക്വാണ്ടിറ്റി ഇല്ല കേട്ടോ. ഇതിലെല്ലാം എൻ്റെ സ്വന്തം കണക്കാണ്. ഇതിൽ കാഷ്നട്ട് എടുത്തത്, ടൊമാറ്റോ എടുത്തത്, ഇതിൽ ഉള്ളി, പച്ചമുളക് എല്ലാം. പിന്നെ മറ്റേ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മാത്രം എനിക്കതിങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ ആക്കണ ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് എടുത്തിട്ടുള്ളൂ, ഒരു ഫ്ലേവറിനും ടേസ്റ്റിനും വേണ്ടി മാത്രം. അപ്പോൾ അതൊക്കെ നോക്കുക. അത് നിങ്ങളിത് എൻ്റെ കുക്കിംഗ് കണ്ട് ഇൻസ്പയറായി ചെയ്യണം എന്നാണ് ഒരു വ്ളോഗർ എന്ന നിലയിലുള്ള എൻ്റെ ആഗ്രഹം. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. എന്ന് ചെയ്യുമ്പോൾ ഇതൊക്കെ കൂടെ കൺസിഡർ ചെയ്യണേ. ഈ ക്വാണ്ടിറ്റി ഒന്നും വരത്തില്ലേ, ഈ ക്വാണ്ടിറ്റി ഒന്നിലും എടുക്കരുത്. അതിൻ്റെ ഇതിൽ താങ്ങി എന്തോ ആണ്.
കണ്ടില്ലേ, നല്ല ഒരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൽ മുളക് പൊടി, മല്ലിപ്പൊടി ഒക്കെ ആഡ് ചെയ്യാം. അല്ല, മല്ലിപ്പൊടി ഇല്ല, വീണ്ടും ഡിസ്ക്ലൈമർ, മല്ലിപ്പൊടി ഇല്ല. അളവൊന്നും എനിക്കറിഞ്ഞൂടാ. ഇതൊക്കെ അളവൊക്കെ നിങ്ങൾ നോക്കി നിങ്ങളുടേതായ പാകത്തിൽ ഇടുക. ഒരളവും ഇല്ലാതെ ഇടുന്നതാണ് എൻ്റെ പാചകം. എൻ്റെ പാചകത്തിൻ്റെ മാത്രം സ്പെഷ്യാലിറ്റിയാണ്. ഇതിനൊന്നും ഒരളവും കാണില്ല. അല്ലെങ്കിൽ പ്രൊഫഷണൽ കുക്കിംഗ് അവരൊക്കെ ആണെങ്കിൽ പറഞ്ഞു തരും, ഇത്ര ടേബിൾ സ്പൂൺ എന്നൊക്കെ. എനിക്ക് അങ്ങനത്തെ സംഭവങ്ങൾ യാതൊന്നുമായിട്ടും യാതൊരുവിധ ബന്ധവുമില്ല. നമ്മൾ മസാലകളെല്ലാം ഇട്ട് നമ്മൾ അഴിച്ചു വെച്ചിരുന്ന ടൊമാറ്റോ അത് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിങ്ങനെ എന്ന് ചോദിക്കരുത്. ഇതെല്ലാം കൂടെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു രൂപത്തിലാണ് ഇരിക്കുന്നത്. മറ്റേതിലൊന്നും ഇട്ടതിൽ ഇത്രയും കളറില്ലായിരുന്നു കേട്ടോ. ഐ തിങ്ക് ഇതിൽ മുളക് പൊടി കൂടിപ്പോയി ഗൈസ്. നോക്കാം. തിളയ്ക്കുന്നത് കണ്ടോ? തിളയ്ക്കുന്നത് മാത്രമേ ഉള്ളൂ. അവൻ പറഞ്ഞിരുന്നത് പോലെയല്ല, അത് ഈ കണ്ടതുപോലെയും അല്ല ഗൈസ്. എന്താണെന്നൊരു വെടിയും ഇല്ല. നമ്മളിതിലൊരു സാധനം ഇടാൻ മറന്നു കേട്ടോ. ഉപ്പിട്ടില്ല നമ്മൾ ഇത്രയും നേരമായിട്ട് നമ്മൾ ഉപ്പിട്ടില്ല. അയ്യോ, ഉപ്പ് നമുക്ക് കുറച്ചിട്ടാൽ മതി. കാരണം എനിക്ക് നിറയെ ഉപ്പ് വേണം ഗൈസ്. എനിക്ക് എപ്പോഴും നിറയെ ഉപ്പ് വേണം. പക്ഷേ ഇവിടെ എല്ലാവർക്കും ഉപ്പ് കുറച്ച് മതി. എനിക്ക് മാത്രമാണ് ഉപ്പ് കൂടുതൽ വേണ്ടത്. അപ്പോൾ നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം. ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ നമുക്ക്. ഞാൻ നേരത്തെ നിങ്ങൾ കാണാതെ കുറച്ച് വെള്ളം ഒഴിച്ച്. നിങ്ങൾ കാണാതെ എന്ന് പറയുമ്പോൾ ഞാൻ യൂട്യൂബിൽ നോക്കാൻ പോയ സമയത്ത് നല്ല തിളച്ചിട്ടുണ്ട് ഗൈസ്. ഇപ്പം രസം തിളയ്ക്കും പോലെ തിളയ്ക്കുന്നുണ്ട്. ഇപ്പം നോയിക്ക് ഇപ്പം ശരിയാവുന്നില്ല. ഇനി നമുക്കിതിലോട്ട് ഇടാനുള്ളത് നമ്മുടെ കാഷ്യൂ സാധനം ഇടണം. ഇനി ഇതിലോട്ട് ഈ തിളച്ച് വരുന്ന ഇതിലോട്ട് നമ്മുടെ കാഷ്യൂ പേസ്റ്റ്. ചൂടുണ്ട്, ചെറിയ ചൂടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനെ ഇങ്ങനെ ഇനിയാണ് അങ്ങോട്ട് നമ്മുടെ ഇതിൻ്റെ ടെക്സ്ചർ മാറാൻ പോകുന്നത് എന്നാണ് ആ വീഡിയോ പറഞ്ഞത്. ഇനി നമ്മുടെ പനീർ ഇട്ട് കൊടുക്കാം. നമ്മളിതുവരെ പനീർ ഇട്ടില്ല. അതെന്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ മെയിൻ സാധനം കാണാമോ പനീർ. നമ്മളിത് ഓൾറെഡി ക്യൂബായിട്ടിരിക്കുന്നത് വാങ്ങിച്ചതാണേ കേട്ടോ. ഓൾറെഡി ക്യൂബായിട്ടിരുന്നത് നമ്മൾ വാങ്ങിച്ചതാണ്. നമ്മളിവിടെ വെച്ച് കട്ട് ചെയ്തെടുത്തതല്ല. ചില സ്റ്റോറിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ബ്ലോക്ക് ആയിട്ട് കിട്ടും. അതല്ല, നമ്മളിത് ഇവിടെ നിന്ന് ഓൾറെഡി കട്ട് ചെയ്ത് വാങ്ങിച്ചതാണ്. ഇതിലോട്ട് നമുക്ക് ലേശം ജീരകം ഇട്ട് കൊടുക്കാമേ. നമ്മൾ വെള്ളമൊക്കെ ആഡ് ചെയ്തത് ഉപ്പുണ്ടോ കേട്ടോ. ഉപ്പ് ലേശം കുറവാണെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടു, പക്ഷേ കുറവാണ്. എന്നാൽ കുറച്ചുകൂടെ ഇട്ട് കൊടുക്കാം. ഒരു സാധനം ഇടാണ്ടേ. ഇതാണ് ആ സാധനം. ഈ സാധനം എന്താണെന്ന് പോലും എനിക്കറിയാൻ പാടില്ലായിരുന്നു. എൻ്റെ അടുത്ത് നമ്മുടെ ബാറ്റ്മാനാണ് പറഞ്ഞത് ഇങ്ങനെ ഒരു സാധനം ഇത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഇന്ന് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിച്ചതാണിത്. ഇത് ഞാൻ കേട്ടിട്ടുകൂടി ഇല്ല. ഇതെന്താണ് സാധനം എന്ന് എനിക്ക് അറിഞ്ഞൂടാ. നോക്കട്ടെ. എന്തോ ഒരു ഇലയാണ് ഗൈസ്. ഇല പകുതി കൂടുതൽ തറയ്ക്കും. ഇങ്ങനെ ആക്കാം. എന്നിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇടുക. ഇതാണ് ഇതിൻ്റെ ഇമ്പോർട്ടൻറ്റ് സാധനം എന്നാണ് മിസ്റ്റർ ബാറ്റ്മാൻ ഇൻഗ്രീഡിയൻസിൽ പറഞ്ഞത്. ഇതാണ് ഇതിൽ ഇമ്പോർട്ടൻറ്റ് സാധനം എന്നാണ് പറഞ്ഞത്. അറിയത്തില്ല. ഓക്കെ, ഇത്രയും മതി. ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ വല്ലാണ്ട് വരിയിടണ്ട. അയ്യോ, എനിക്ക് പേടിയാവുന്നേ. ഇതിൻ്റെ ടൈപ്പ് ഇത് മാത്രമേ ഉള്ളൂ. ശരിയായി വരണുണ്ട്.
ഇനി നമുക്കിതിലൊരു പ്രധാനപ്പെട്ട ഒരു സാധനം ആദ്യം ഒന്നുകൂടെ ഉപ്പുണ്ടോ എന്ന് നോക്കണം കേട്ടോ. ഈ സാധനങ്ങളൊക്കെ വന്നപ്പം ഉപ്പ് വല്ലതും ഇനി മാറ്റം ഉണ്ടോ എന്ന് അറിയാൻ പാടില്ല. നമുക്കൊരു വേറെ കുഴപ്പമില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നമ്മുടെ പ്രധാനപ്പെട്ട ഒരു സാധനം, അയ്യോ അമൂലല്ല, ഇത് മിൽക്കി മിസ്റ്റാണ്. അല്ല, ഇൻഗ്രീഡിയൻസ് തന്നതിൽ അമൂലിൻ്റെ ആയിരുന്നു, പക്ഷേ ഇതിൽ മിൽക്കി മിസ്റ്റാണ് നമ്മൾ വാങ്ങിച്ചത്. അതിൻ്റെ കുറച്ച് ഫ്രഷ് ക്രീം കൂടെ നമ്മൾ ആഡ് ചെയ്യണം. കുറേയൊക്കെ ആയിരിക്കും, നമ്മളിതങ്ങനെ ഒരു ഡിഫൈൻഡ് ഇതില്ലാത്തത് കൊണ്ട് തന്നെ കുഴപ്പമില്ല. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഇല്ലെങ്കിൽ എല്ലാം കൂടെ കത്തിക്കഴിയും. കാണാനൊക്കെ ഒരു റിച്ച് ലുക്കുണ്ടല്ലേ, നമുക്ക് ഒരു റിച്ച് ലുക്കുണ്ട് കാണാൻ. കുറച്ച് വായി വെക്കാം, വായി വെച്ചാൽ മതിയായിരുന്നു. ബാറ്റ്മാൻ എൻ്റെ അടുത്ത് മറക്കാതെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ആഡ് ചെയ്യണമെന്ന് 2 സാധനമാണ്. ഒന്ന് ഈ ഫ്രഷ് ഫ്രൈ, രണ്ടാമത് ഈ നമ്മൾ നേരത്തെ ഇട്ട ഇല. ഇതിട്ടാലേ അതിൻ്റെ ടേസ്റ്റ് കൂടും എന്നാണ് പറഞ്ഞത്. ഇനി ഇതിൽ ഒരു പൊടിക്ക് പഞ്ചസാര, ഒരു എന്തിനാണെന്ന് എനിക്കറിഞ്ഞൂടാ, ഇതാ വീഡിയോയിൽ പറഞ്ഞതാണേ. എല്ലാത്തിൻ്റെ ഒരു മിക്സാണ്. നമ്മൾ ഇട്ടപ്പോൾ നിറയെ പനീറുണ്ടായിരുന്നു, പക്ഷേ ഇപ്പം പനീറിൻ്റെ എണ്ണം വളരെ കുറവാണ്. നമ്മുടെ ലാസ്റ്റ് സാധനം മല്ലിയില, അതും കൂടി ഇങ്ങനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ ലാസ്റ്റ് സാധനം ബട്ടർ. ഇതിങ്ങനെ ഒരു സ്കൂപ്പ് എടുത്ത് ഇങ്ങനെ ഇങ്ങിട്ട് ഇങ്ങിട്ട് കൊടുക്കാം. കുറേ കഴിയുമ്പോൾ ഇത് മെൽറ്റ് ആവും. പിന്നെ നമ്മളിതൊരു ടൈം ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ ഫുൾ ലോ ഫ്ലെയിമിലാണ് വെച്ചത്. അതിന് മുമ്പ് നമ്മൾ ഫുൾ ഹൈ ഫ്ലെയിമിലാണ് വെച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ലോ ഫ്ലെയിമിലാണ്. ആ ബട്ടർ ഇങ്ങനെ മെൽറ്റായി ഇറക്കുന്നുണ്ട്. അതായത് പോയിരിക്കുന്നുണ്ട്. കാണാൻ നല്ല രസമാണ്. ഇതേപോലത്തെ ടേസ്റ്റ് ഉണ്ടായിരുന്നാൽ മതിയായിരുന്നു. ഓൾ സെറ്റ്. അച്ചാച്ചോ എങ്ങനെയുണ്ട്? അടിപൊളി. എനിക്ക് വയ്യ. മാസാ എങ്ങനെയുണ്ട്? പറയുന്നതാണെന്ന് പറയേയില്ല. എന്താ ആക്ടിങ്. കഴിക്കണ ഒരു സ്വാദ് ഇങ്ങനെ വരട്ടങ്ങോട്ട്. എനിക്ക് വയ്യ, പോടന്നു. സാധാരണ ഇടിയൊക്കെ ആണെങ്കിൽ അമ്മ ഇങ്ങനെ ചിരിച്ച് പറയാറില്ല ഗൈസ്. ചിരിച്ച് പറഞ്ഞെങ്കിൽ അതിൻ്റെ അർത്ഥം കൊള്ളാമെന്നാണ്. സക്സസ്. അങ്ങനെ നമ്മുടെ ചപ്പാത്തിയും നമ്മുടെ പനീർ ബട്ടർ മസാല കറിയും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. ചപ്പാത്തി നമ്മൾ റെഡിമെയ്ഡ് ചപ്പാത്തി, ഇങ്ങനെ ഒരു ഹാഫ് കുക്കഡ് ചപ്പാത്തി ഉണ്ടല്ലോ, അത് വാങ്ങിച്ചതാണ്. ചപ്പാത്തി ഇങ്ങനെ ഈ കറിക്ക് ഇങ്ങനെ ചപ്പാത്തി ഇങ്ങനെ ലെയർ ആയിട്ട് വെച്ച് ഇങ്ങനെ ലെയർ ചപ്പാത്തി ഉണ്ടല്ലോ, അതാണ് കുറച്ചുകൂടെ ടേസ്റ്റ്. പക്ഷേ വയ്യ, യുനോനാ അങ്ങനെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നു ഗൈസ്. ഞാൻ ടേസ്റ്റ് ചെയ്ത് കുറേ തവണ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ ഉണ്ടാക്കാണ്ട് പറയല്ല, സീരിയസ്ലി നല്ലതായിട്ടുണ്ട്. സീരിയസ്ലി നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. സീരിയസ് ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് സാധാരണ ഇങ്ങനെ എനിക്ക് അച്ഛനെ പോലെയാണ് എരിയും ഇതൊക്കെ ഉള്ളതാണ് ഇഷ്ടം. പക്ഷേ ഇത് കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക്സ് ടു മിസ്റ്റർ ബാറ്റ്മാനാണ് ഇതെല്ലാം നമുക്ക് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയ വീഡിയോ ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോൾ ബാറ്റ്മാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് പൊക്കി പറയണം എന്നായിരുന്നു. അപ്പോൾ ഞാൻ അത് കറക്റ്റായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് പൊക്കി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ഇത്രയേ ഉള്ളൂ ഗായ്സ്. ഇതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതൊക്കെ ചെയ്യണം. ഇനി ഞാൻ ബാക്കി കഴിച്ചിട്ട് വരാം ഗൈസ്. ബൈ ബൈ.